4-ാമത്തെ നൂറ്റാണ്ടെത്തിയപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു വിളംബരം പ്രഖ്യാപിച്ചു. റോമാണ് ക്രൈസ്തവ സഭയുടെ ആസ്ഥാനം. ഇന്നു മുതൽ റോമിൽ ജനിക്കുന്നവരെല്ലാം ക്രിസ്ത്യാനികൾ. അവിടെ പട്ടത്വം വന്നു, ആചാരങ്ങൾ വന്നു, അനുഷ്ഠാനങ്ങൾ വന്നു. അങ്ങനെ 4-ാമത്തെ നൂറ്റാണ്ട് മുതൽ 16-ാമത്തെ നൂറ്റാണ്ട് വരെ ക്രൈസ്തവ സഭയുടെ അന്ധകാര കാലഘട്ടമായി. ഉപദേശം മടക്കി കെട്ടി വെച്ചു. പിന്നെ മനുഷ്യർ പറയുന്നതായിരുന്നു സഭയുടെ ചട്ടക്കൂടെന്ന് പറയുന്നത്. അങ്ങനെ 16-ാമത്തെ നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂഥറിലൂടെയാണ് പിന്നെ ഒരു നവോത്ഥാനം ഉണ്ടാകുന്നത്. പിന്നെയാണ് ആളുകൾ തിരുവെഴുത്തിലേക്ക് തിരിയാൻ തുടങ്ങിയത്, തിരുവെഴുത്തിൻ്റെ ഉപദേശങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് സഭ പഠിപ്പിക്കുന്ന മാർഗം വേറെയാണ്, ദൈവവചനം പഠിപ്പിക്കുന്ന മാർഗം വേറെയാണെന്നുള്ള ബോധ്യത്തിലേക്ക് വന്നത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 3 അത്ഭുതങ്ങളെ കാണാൻ സാധിക്കും. 10 യഹൂദന്മാരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവിടെ ഒരു സിനഗോഗ് പണിയും. എന്നിട്ട് അവർക്ക് എല്ലാ ശനിയാഴ്ചയും എല്ലാ ആഴ്ചവട്ടത്തിൻ്റെ ഒടുവിലത്തെ ദിവസവും അവരവിടെ ദൈവവചന പാരായണത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ ആയിട്ട് കൂടും. വാസ്തവത്തിൽ പൗലോസിനെ ദൈവം അയച്ചിരിക്കുന്നത് ആരോട് സുവിശേഷം പറയാനാണ്? ജാതികളോട് സുവിശേഷം പറയാനാണ്. പക്ഷേ പൗലോസ് ആദ്യം അന്വേഷിക്കുന്നത് യഹൂദന്മാർ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. കാരണം അവരോടും എന്ത് പറയണം? സുവിശേഷം പറയണം. അപ്പോൾ ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കി സുവിശേഷം പറയാൻ പഴയ നിയമം മാത്രം മതിയായിരുന്നു. ഇന്നും അത് മതി. അപ്പോൾ സുവിശേഷം അറിയിക്കാനായിട്ട് ദൈവം അവരെ അയച്ചു. അവർ സുവിശേഷം അറിയിച്ചു. അറിയിച്ചവരിൽ, കേട്ടവരിൽ, അംഗീകരിച്ചവരിൽ അവർ വിശ്വസിച്ച് മുമ്പോട്ട് വന്നപ്പോൾ അവിടെ എന്തുണ്ടായി? അപ്പോൾ ഒരു സ്ഥലം സഭ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നുള്ളതാണ് ഇത്രയും നേരം പറഞ്ഞത്. അവരുടെ പേര് കത്രീന എന്നായിരുന്നെങ്കിൽ നമുക്ക് ഈ ലേഖനത്തിൻ്റെ പേര് എങ്ങനെ ആക്കണമായിരുന്നു? കത്രീന അമീർ എന്ന് പറയേണ്ടി വന്നേനെ. അപ്പോൾ ഞാൻ സുവിശേഷം മുഖാന്തരം രക്ഷ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റൊരാളോട് സുവിശേഷം അറിയിക്കാൻ ഒക്കത്തുള്ളൂ. അതാ കൺവിക്ഷൻ എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ജീവനുള്ള സത്യദൈവത്തെ സേവിക്കാൻ വേണ്ടി അവർ വിഗ്രഹത്തെ വിട്ടത്. അപ്പം ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുന്നു, വിഗ്രഹത്തെ വിടുന്നു. കർത്താവായ യേശുക്രിസ്തു വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കുമെന്നുള്ള പ്രത്യാശയിൽ കാത്തിരിക്കുന്നു. പക്ഷേ ഓരോ വ്യക്തിയും എന്നെ രക്ഷിച്ച ക്രിസ്തു നിന്നെയും രക്ഷിക്കുമെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം, മനസ്സ് കാണിക്കണം. ഇവിടെ ഒരു മുന്നറിയിപ്പുണ്ട്. എന്താ? ഒരു സ്ഥലം സഭ രൂപീകരിക്കപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഏത് സമയത്തും സാത്താൻ്റെ ആക്രമണം ഉണ്ടാകും. ഈ തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 5 അധ്യായങ്ങൾ അവസാനിക്കുന്ന കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അച്ചടക്കമുള്ള ഒരു ജീവിതചര്യയുടെ ഉടമസ്ഥരായിരിക്കണം സഭാവിശ്വാസികൾ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. വീണ്ടും പകലത്തെ ബദ്ധപ്പാടുകളൊക്കെ കഴിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം ഒരവസരം നൽകിയതോർത്ത് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തെ സ്തുതിക്കുന്നു. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് യഹൂദനും യവനനും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായി എങ്ങനെ മാറി എന്നുള്ളതായിരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എപ്പോഴാണ് ഈ പണി ആരംഭിച്ചത്? കേട്ടില്ല. ഡേറ്റല്ല ഞാൻ ചോദിച്ചത്. അതൊരു പ്രത്യേക സംഭവത്തോടു കൂടെയാണ് ആരംഭിച്ചത്. ആ സംഭവം എന്നാന്ന് ഓർമ്മയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. അവിടെ വെച്ചാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും സഭ ആരംഭിക്കുകയും ചെയ്തത് എന്ന് നമ്മൾ കണ്ടു. ഈ ആഗോള സഭയും പ്രാദേശിക സഭയും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ ആഗോള സഭയിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആരൊക്കെയാണ് അതിലെ അംഗങ്ങളെന്ന് നമുക്കറിയത്തില്ല. ഒന്ന് മാത്രം അറിയാം, പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചതും സഭയുടെ ഉൽപ്രാപണം വരെയുമുള്ള കാലഘട്ടം എത്രയാണോ ആ കാലഘട്ടത്തിനുള്ളിൽ രക്ഷിക്കപ്പെടുന്നവരെല്ലാവരും ആഗോള സഭയുടെ അംഗങ്ങളായിരിക്കും എന്ന് മാത്രം നമുക്കറിയാം. അത് കർത്താവിൻ്റെ വരവെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ, ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. ഒരുപക്ഷെ പ്രതീക്ഷിച്ച പല മുഖങ്ങളും അവിടെ കണ്ടു എന്ന് വരികയില്ല, പ്രതീക്ഷിക്കാത്ത പല മുഖങ്ങളും അവിടെ കണ്ടെന്ന് വരും. അങ്ങനെ ഒരു ദൈവദാസൻ പറഞ്ഞതായി ഞാൻ വായിച്ചിട്ടുണ്ട്.
സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 3 അത്ഭുതങ്ങളെ കാണാൻ സാധിക്കും. ഒന്നാമത്തെ അത്ഭുതം, ഞാൻ പ്രതീക്ഷിച്ച പലരും അവിടെ കണ്ടില്ല. രണ്ടാമത്തെ അത്ഭുതം, ഞാൻ പ്രതീക്ഷിക്കാത്ത ചില മുഖങ്ങൾ അവിടെ കണ്ടു. മൂന്നാമത്തെ അത്ഭുതം, ഞാൻ അവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, രക്ഷിക്കപ്പെട്ടവരെല്ലാവരും അവിടെ ഉണ്ടാവും. ഒത്തിരി കാര്യങ്ങൾ ആഗോള സഭയെക്കുറിച്ച് നമുക്ക് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം നമുക്കവിടെ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നുമില്ല. ആഗോള സഭയുടെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ഇല്ല. നാം കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ടതും നമുക്ക് കൂടുതൽ പങ്കുള്ളതും നാം ചെയ്യേണ്ടതും ചെയ്യാത്തതുമായ കാര്യങ്ങളെ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് പ്രാദേശിക സഭയോടുള്ള ബന്ധത്തിലാണ്. ഒരു പ്രദേശത്തെ സഭ അല്ലെങ്കിൽ ഒരു സ്ഥലം സഭയിൽ വിശ്വാസികൾക്കുള്ള പങ്ക്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങൾ വിധി എഴുതപ്പെടുന്ന കാര്യങ്ങളുണ്ട്, നിർണയിക്കപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു പ്രാദേശിക സഭയുടെ അംഗമെന്ന നിലയ്ക്കാണ്. അപ്പോൾ ഒരു പ്രാദേശിക സഭയുടെ അംഗമെന്ന നിലയ്ക്ക് നാം പ്രാദേശിക സഭയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ആഴത്തിലൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് വരികിലും താരതമ്യേന നാം പഠിക്കുമ്പോൾ ആഗോള സഭയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാദേശിക സഭയെക്കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ദ ഫോർമേഷൻ ഓഫ് എ ലോക്കൽ അസംബ്ലി ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക സഭയുടെ രൂപീകരണവും അതിൻ്റെ ധർമ്മവും. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. പ്രാദേശിക സഭയുടെ രൂപീകരണവും അതിൻ്റെ ധർമ്മങ്ങളും. ഫോർമേഷൻ ഓഫ് എ ലോക്കൽ അസംബ്ലി ഓർ ലോക്കൽ ചർച്ച് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. എങ്ങനെയാണ് ഒരു പ്രദേശത്ത് ഒരു സ്ഥലം സഭ സ്ഥാപിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെടേണ്ടത്? സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ആ സ്ഥലം സഭയിലെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ അതെങ്ങനെയായിരിക്കണം? അതുതന്നെ വളരെ ഗൗരവമായ ഒരു പഠനം അർഹിക്കുന്നതാണ്. എന്നാൽ അത്രയും ആഴത്തിലേക്ക് പോകാൻ ഞാൻ താല്പര്യപ്പെടാതെ തിരുവെഴുത്തിൽ എൻ്റെ പേജുകളിലൂടെ കടന്നുപോയാൽ ഒരുപാട് പ്രാദേശിക സഭകളെക്കുറിച്ച് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നാം പഠിക്കേണ്ടതാണ്. പക്ഷേ പഠനത്തിൻ്റെ സൗകര്യാർത്ഥം ഒരു സഭയെക്കുറിച്ച് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സ്ഥലം സഭയിൽ എങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്നും ആ സ്ഥലം സഭയുടെ സജീവ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നും മാത്രം ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിചിന്തനം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ.
യാസോൻ്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അവരെ കാണാനിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരെയും അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കത്തിപ്പിച്ചവർ ഇവിടെയും എത്തി. യാസോൻ അവരെ കൈക്കൊണ്ട് ഇരിക്കുന്നു. അവരൊക്കെയും യേശു എന്ന മറ്റൊരു രാജാവെന്ന് പറഞ്ഞുകൊണ്ട് കൈസരുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു. ഇത് കേട്ടിട്ട് പുരുഷാരം നഗരാധിപന്മാരും പ്രവചിച്ചു. യാസോൻ മുതലായവരോടും ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. ഓക്കെ. അപ്പോസ്തലനായ പൗലോസും ശീലാസും കൂടെ തിമോഥെയോസുമുണ്ട്, ലൂക്കോസുണ്ട്. ലൂക്കോസിനെ അല്പം കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാം. അവരുടെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ലൂക്കോസ് ത്രോവാസിൽ നിന്നാണ് അവരോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അത് 16-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നിശ്ചയിച്ച് ഏഴാമത്തെയും 8-ാമത്തെ വാക്യം കൂടെ വായിക്കാം. മക്കദോന്യയ്ക്ക് കടന്നു വന്ന് മതി. ഈ 8-ാമത്തെ വാക്യത്തിൽ അവർ എന്ന വാക്കാണ്, 6-ാമത്തെ വാക്യത്തിൽ അവർ എന്ന വാക്കാണ്, 10-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ എന്ന വാക്ക് വന്നു. ഈ ഞങ്ങളെന്ന് പറയുമ്പോൾ ഈ എഴുതിയ ആളെ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങളെന്ന് പറയുന്നത്. അവരെന്ന് പറയുമ്പോൾ എഴുതിയ ആൾ അതിനകത്ത് വന്നിട്ടില്ല. എഴുതിയ ആൾ ലൂക്കോസാണ്. അപ്പോൾ അതിനു മുമ്പ് വരെ ആസയിൽ വരെ അല്ലെങ്കിൽ മുസയിൽ വരെ ഒന്നും ലൂക്കോസ് അവരുടെ കൂടെ ഇല്ല. എന്നാൽ ത്രോവാസിൽ വെച്ച് ലൂക്കോസ് ആ ടീമിനോടൊപ്പം ചേരുകയാണ്, ഈ മിഷണറി ടീമിനോടൊപ്പം ചേർന്നു. എന്നാൽ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അവർ അംബിപ്പൊലിസിലും അപ്പലോനിലും കൂടി കടന്ന് തെസ്സലോനിക്കയിൽ എത്തിയെന്ന് പറയുമ്പോൾ കൂടെ ആരില്ല? ലൂക്കോസ് ഇല്ല. അവരവിടെ എത്തി. ഇദ്ദേഹം ഫിലിപ്പിയിൽ അവിടെ നിൽക്കുകയാണ്. ചില കാര്യങ്ങൾ അവിടെ ഉള്ള വിശ്വാസികളെ പഠിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം. ഏതുമായിക്കൊള്ളട്ടെ, അവർ ഈ തെസ്സലോനിക്കയിലെത്തി പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ശബത്തെന്ന് പറയുന്ന ദിവസം എന്നാ? ശനിയാഴ്ച. അപ്പോൾ 3 ശനിയാഴ്ചകളിൽ പൗലോസ് എന്ത് ചെയ്തു? തെസ്സലോനിക്കയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. എന്താ ഈ പള്ളി എന്ന് ഉദ്ദേശിക്കുന്നത്? സിനഗോഗാണ്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ ചെറിയ പള്ളി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് 10 യഹൂദന്മാരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവിടെ ഒരു സിനഗോഗ് പണിയും. എന്നിട്ട് അവർക്ക് എല്ലാ ശനിയാഴ്ചയും എല്ലാ ആഴ്ചവട്ടത്തിൻ്റെ ഒടുവിലത്തെ ദിവസവും അവരവിടെ ദൈവവചന പാരായണത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ ആയിട്ട് കൂടും. അതിനു മുമ്പുള്ള ചില വാക്യങ്ങളൊന്ന് നോക്കാം. 13-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, 14-15 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തിയിൽ 13-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഓക്കെ. ഇത് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിൽ വെച്ച് ഇത് 1-ാമത്തെ മിഷണറി യാത്രയിൽ നടക്കുന്നൊരു കാര്യമാണ്. അവർ പിസിദ്യയിൽ 2 അന്ത്യോക്യകളുണ്ട്. അതാണ് പിസിദ്യൻ അന്ത്യോക്യയാണിത്. ആ പിസിദ്യൻ അന്ത്യോക്യയിൽ ചെന്ന് ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നു എന്ന് പറഞ്ഞാൽ സിനഗോഗിൽ ചെന്നു. അപ്പോൾ അവിടെ എന്താ? ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ പഴയ നിയമ പ്രവചനങ്ങൾ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തനം പുസ്തകം വരെയുള്ള പുസ്തകങ്ങളെന്ന് വിചാരിക്കാം. പ്രവചനങ്ങളെന്ന് പറയുമ്പോൾ വലിയ പ്രവചനങ്ങളും ചെറിയ പ്രവചനങ്ങളും, മൊത്തത്തിൽ പഴയ നിയമം മുഴുവൻ. അവരത് എല്ലാ ശബത്തിലും എവിടെല്ലാം സിനഗോഗുകളുണ്ടോ അവിടെ എല്ലാം ഇത് വായിക്കും. അതേ പുസ്തകം തന്നെ 27-ാമത്തെ വാക്യം, യെരുശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി. ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ ശബത്തുകളിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ പള്ളികളിൽ കൂടി വരുന്ന ദൈവവചനം വായിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസിൻ്റെ രീതി എന്ന് പറയുന്നത്
ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആദ്യമായി ചെല്ലുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് അവിടെ ഒരു സിനഗോഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. വാസ്തവത്തിൽ പൗലോസിനെ ദൈവം അയച്ചിരിക്കുന്നത് ആരോട് സുവിശേഷം പറയാനാണ്? ജാതികളോട് സുവിശേഷം പറയാനാണ്. പക്ഷേ പൗലോസ് ആദ്യം അന്വേഷിക്കുന്നത് യഹൂദന്മാർ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. കാരണം അവരോടും എന്ത് പറയണം? സുവിശേഷം പറയണം. ഇനി പത്രോസിനെ ദൈവം വിളിച്ചത് എങ്ങോട്ടാണ്? യഹൂദന്മാരോട് സുവിശേഷം അറിയിക്കാനാണ്. പക്ഷേ കൊർന്നേലിയസ് എന്ന ജാതിയൻ്റെ അടുക്കൽ ആദ്യമായി സുവിശേഷം പറയാൻ പോയതാരാ? പത്രോസാ. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ലിമിറ്റഡായിട്ടുള്ളൊരു ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കരുത്. പത്രോസും തിരിച്ച് ചെയ്തിട്ടുണ്ട്, പൗലോസും തിരിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തിരുവെഴുത്തിൻ്റെ പേജുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പൗലോസിൻ്റെ പതിവ് പോലെ എന്ന് എഴുതി, അക്കോർഡിംഗ് ടു പോൾസ് കസ്റ്റം എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ. എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ പതിവ് രീതി അനുസരിച്ച് പൗലോസ് ആദ്യം ഒരു യഹൂദന്മാരുടെ ഒരു സിനഗോഗ് കണ്ടെത്തും. അവിടെ ചെന്ന് അവിടെയുള്ള യഹൂദന്മാരോടാണ് ആദ്യം സംസാരിക്കുന്നത്. എങ്ങനെയാണ് സംസാരിച്ചത്? അടുത്ത വാക്യം, 3-ാമത്തെ വാക്യം, ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു, സംവദിച്ചു. ഏതായി തിരുവെഴുത്ത്? പഴയ നിയമം മുഴുവൻ. ആ പഴയ നിയമം മുഴുവനാണ് ശബത്തുകളിൽ വായിക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? യേശുക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്ത് സുവിശേഷം പറയണമെങ്കിൽ പഴയ നിയമം മാത്രം വിചാരിച്ചാലും മതി. അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന പോലെ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും കൂടെ ചേർത്ത് അവരുടെ കയ്യിൽ അന്നില്ല. അത് മുഴുവനാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നിട്ടും എന്ത് ചെയ്തു? വളരെ സമർത്ഥമായി സുവിശേഷം അറിയിച്ചു. അത് യഹൂദന്മാർക്ക് മനസ്സിലായി. കാരണം അവർക്ക് ആ പുസ്തകവുമായിട്ട് എന്തുണ്ട്? ബന്ധം ഉണ്ട്. അപ്പോൾ ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കി സുവിശേഷം പറയാൻ പഴയ നിയമം മാത്രം മതിയായിരുന്നു. ഇന്നും അത് മതി. അങ്ങനെ സുവിശേഷം പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് എന്നാന്ന് നോക്കിയേ. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. അപ്പോൾ ഈ 3 ശബത്തുകളിൽ അവിടെ ചെന്ന് സംവദിച്ചതിൻ്റെ ഫലമായിട്ട് എന്താ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നത്? യഹൂദന്മാരായ കുറച്ച് ആളുകൾ വിശ്വസിച്ചു. പിന്നെ ഭക്തിയുള്ള യവനന്മാരിൽ എന്ന് പറഞ്ഞാൽ യഹൂദ മത അനുസാരികളായിട്ടുള്ള കുറച്ച് ആളുകൾ എന്ത് ചെയ്തു? അവർ യവനന്മാരാണ്, യഹൂദന്മാരല്ല. പക്ഷെ അവർ എന്ത് ചെയ്തു? അവരും വിശ്വസിച്ചു. പിന്നെ ഒരു മാന്യ സ്ത്രീകളിൽ അനേകരും, സമൂഹത്തിൽ വിലയും നിലയുള്ള കുറച്ച് സ്ത്രീകളും എന്ത് ചെയ്തു? വിശ്വസിച്ചു. അവിടെ ഒരു സ്ഥലം സഭ രൂപപ്പെട്ടു. അപ്പോൾ സുവിശേഷം അറിയിക്കാനായിട്ട് ദൈവം അവരെ അയച്ചു. അവർ സുവിശേഷം അറിയിച്ചു. അറിയിച്ചവരിൽ, കേട്ടവരിൽ, അംഗീകരിച്ചവരിൽ അവർ വിശ്വസിച്ച് മുമ്പോട്ട് വന്നപ്പോൾ അവിടെ എന്തുണ്ടായി? അപ്പോൾ ഒരു സ്ഥലം സഭ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നുള്ളതാണ് ഇത്രയും നേരം പറഞ്ഞത്. അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. ഒരു സ്ഥലം സഭ എങ്ങനെ രൂപീകരിക്കപ്പെടുന്നത്, പിന്നെ അതിൻ്റെ ഫങ്ഷനിങ് എന്തായിരിക്കണം, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും, അതിൻ്റെ ധർമ്മം എന്താണ്. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ സ്ഥലത്ത് സുവിശേഷം അറിയിച്ചു, ആളുകൾ വിശ്വസിച്ചു, മുമ്പോട്ട് വന്നവർ ചേർന്നപ്പോൾ എന്തായി? ഒരു സ്ഥലം സഭ രൂപപ്പെട്ടു. അങ്ങനെ തെസ്സലോനിക്കയിൽ ഒരു സഭയായി. ഈ സ്ഥലത്തിൻ്റെ ആദ്യത്തെ പേര് തെർമ എന്നായിരുന്നു. തെർമ അലക്സാണ്ടർ ചക്രവർത്തിയുടെ, അത് ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അലക്സാണ്ടർ ചക്രവർത്തിയുടെ അർത്ഥസഹോദരിയും കസാണ്ടറുടെ ഭാര്യയും ഫിലിപ്പ് രാജാവിൻ്റെ മകളുമായ സ്ത്രീ. അതാണ് 3 വിശേഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഫിലിപ്പ് രാജാവിൻ്റെ മകളെയാണ് കസാണ്ടർ വിവാഹം കഴിച്ചത്. അപ്പോൾ ഫിലിപ്പ് രാജാവിൻ്റെ മകൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അർത്ഥസഹോദരിയാണ്. അപ്പനൊന്നും അമ്മ രണ്ടും. ആ സ്ത്രീയുടെ പേര് കത്രീന എന്നായിരുന്നുവെങ്കിൽ അവരുടെ പേര് കത്രീന എന്നായിരുന്നെങ്കിൽ നമുക്ക് ഈ ലേഖനത്തിൻ്റെ പേര് എങ്ങനെ ആക്കണമായിരുന്നു? കത്രീന മിർ എന്ന് പറയേണ്ടി വന്നേനെ. ആ സ്ത്രീയുടെ പേരാണ് തെസ്സലോനിക്ക. അപ്പോൾ തെർമ എന്ന പട്ടണത്തിന് പുനർനാമകരണം ചെയ്തു ഈ സ്ത്രീയുടെ പേര് എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ പട്ടണത്തിന് തെസ്സലോനിക്ക എന്ന പേര് ലഭിച്ചത്. അപ്പോൾ പൗലോസ് അവിടെ ചെല്ലുമ്പോഴേ ഇതിൻ്റെ പേര് അങ്ങനെ ആയിരുന്നു.
ഓക്കെ, അവിടെ ഒരു സഭാ കൂടിവരവ് ഉണ്ടായി. ഈ സഭാ കൂടിവരവിൽ അവർക്കുണ്ടായ പ്രതികരണങ്ങൾ, അവരുടെ മുമ്പോട്ടുള്ള പോക്ക് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് വിലയിരുത്താനായിട്ട് പോവുകയാണ്. സഭ രൂപപ്പെട്ടോ? സഭ രൂപപ്പെട്ട് കഴിഞ്ഞു. ഇനി ബാക്കി എന്താ? സഭയുടെ പ്രവർത്തനം അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലൂടെ ആദ്യം ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായിട്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം മുഴുവൻ വായിക്കേണ്ട. നമ്മൾ മറ്റു ചില കാര്യങ്ങളാണ് അവിടെ നിന്ന് ചിന്തിക്കാൻ പോകുന്നത്. സുവിശേഷം അറിയിച്ചതിൽ ചില അതിപ്രധാനമായിട്ടുള്ള ഗുണഗണങ്ങൾ ഈ അറിയിച്ച ആളുകൾക്ക് ഉണ്ടായിരുന്നു. 5-ാമത്തെ വാക്യം. ആ മതി, നിങ്ങളുടെ അടുക്കൽ വന്നത്. സുവിശേഷം അറിയിച്ച വ്യക്തികൾക്കുള്ള 3 പ്രത്യേകതകൾ അവിടെ കണ്ടു. എന്തൊക്കെയാ? ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. എന്താ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സുവിശേഷം അറിയിക്കുന്നയാൾ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചാൽ സുവിശേഷം അറിയിക്കാൻ ഒക്കത്തില്ല. 2, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം അയാൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അയാൾ ആരുടെ നിയന്ത്രണത്തിലായിപ്പോവും? സാത്താൻ്റെ, അല്ലെങ്കിൽ സ്വയം നിയന്ത്രണത്തിലായിപ്പോവും. എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ നിയന്ത്രണത്തിൽ എന്ത് ചെയ്യാം? സുവിശേഷം അറിയിക്കാം. പക്ഷെ നോ യൂസ് അറ്റ് ഓൾ, ഒരു പ്രയോജനവും ഉണ്ടാവില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ നിശ്ചയത്തോടുകൂടെ അറിയിച്ചിട്ട് റിസൾട്ട് ഉണ്ടായോ? റിസൾട്ട് ഉണ്ടായി. അതേസമയം കേൾക്കാതിരുന്നവരില്ലേ? അംഗീകരിക്കാതിരുന്നവരില്ലേ? ഉപദ്രവിച്ചവരില്ലേ? വിശ്വസിക്കാതിരുന്നവരില്ലേ? അതൊരു വശത്ത് കിടക്കും. അതല്ല ഇവിടുത്തെ പ്രശ്നം. കേൾക്കുകയോ അംഗീകരിക്കുകയോ ഒന്നും ഉള്ളതല്ല പ്രശ്നം. ഈ അറിയിക്കുന്ന വ്യക്തിയെ ദൈവം ഉപയോഗിക്കണമെങ്കിൽ അയാൾ ഇങ്ങനെയുള്ള ആളായിരിക്കണം. അയാളുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ ശക്തിയിൽ നിന്ന് വേണം ഈ കാര്യം ചെയ്യാൻ. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം എപ്പോഴും അയാളിൽ ഉണ്ടായിരിക്കണം. 3-ാമത്തെ കാര്യം ബഹുനിശ്ചയം. അതെന്തോ ഈ ബഹുനിശ്ചയം എന്ന് പറയുന്നത്? അല്ല, ബഹുനിശ്ചയം അതല്ല. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കൺവിക്ഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുന്നതെന്നുള്ളത് എനിക്കറിയാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്നവൻ്റെ വിശപ്പിൻ്റെ വില മനസ്സിലാകണമെങ്കിൽ ഞാൻ പട്ടിണി കിടന്നിട്ടുള്ളവൻ ആയിരിക്കണം. എന്നാലേ അവൻ വിശക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്നതാണെന്ന് എനിക്കറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ സുവിശേഷം മുഖാന്തരം രക്ഷ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റൊരാളോട് സുവിശേഷം അറിയിക്കാൻ ഒക്കത്തുള്ളൂ. അതാ കൺവിക്ഷൻ എന്ന് പറയുന്നത്. എനിക്കാ ബോധ്യമുണ്ടാവണം, ഇതേ ഉള്ളൂ രക്ഷാമാർഗം, വേറൊരു മാർഗം ദൈവം ഒരുക്കിയിട്ടില്ല, ഇതിലൂടെ അല്ലാതെ ആർക്കും രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. എൻ്റെ അനുഭവം അതാണ് തെളിയിക്കുന്നത്. ആ നിശ്ചയം എനിക്കുണ്ടെങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റൊരാളോട് സുവിശേഷം അറിയിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഉപദേശം മുഴുവൻ പഠിച്ചേച്ച് നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല. മനുഷ്യർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഒരുപക്ഷെ മറുപടി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എൻ്റെ അസുഖം മാറിയോ? എന്നാലേ ഈ രോഗമുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഡോക്ടറെ എനിക്ക് പരിചയപ്പെടുത്താൻ ഒക്കത്തുള്ളൂ. അതാ വിഷയം ഇവിടുത്തെ. വേറൊരാൾ പറഞ്ഞു, ഞാനത് കേട്ട് നിന്നു. എന്താ? ഒരാൾ ഒരു ഡോക്ടറെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ട് നിന്നു. കേട്ട് നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ചെന്നിട്ട് ഞാൻ ഇന്നൊരു ഡോക്ടറെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുക? ഈ ഡോക്ടറെ പ്രസൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതല്ല കൺവിക്ഷൻ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരാൾക്കൊരു അസുഖമുണ്ടായിരുന്നു, അയാളൊരു ഡോക്ടറെ കണ്ടു, അയാൾക്ക് സൗഖ്യം കിട്ടി. ആ ആൾ അതേ അസുഖമുണ്ടായിരുന്ന വേറൊരാൾക്ക്
ഇയാൾ ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്തത് ആ ഡോക്ടറെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് ഈ അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ ഡോക്ടറുടെ അടുക്കെ പോയിട്ടില്ല, എൻ്റെ അസുഖം മാറിയിട്ടില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, വേറൊരാൾ പറഞ്ഞ് ഈ ഡോക്ടറെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ കേട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. അത് കൺവിക്ഷനല്ല, അത് നിശ്ചയമല്ല, എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് ഞാൻ പറയേണ്ടത്. പെന്തക്കോസ്തുകാർ ഉദ്ദേശിക്കുന്ന പോലെയുള്ള അനുഭവമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വ്യക്തിപരമായി ക്രിസ്തു ആരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ, ക്രിസ്തുവിലൂടെയുള്ള രക്ഷ എനിക്ക് അനുഭവവേദ്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മറ്റൊരാൾക്ക് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ പറഞ്ഞു എന്ന് വരാം, പക്ഷെ അത് ബഹുനിശ്ചയമുണ്ട ഒരു വർത്തമാനം ആയിരിക്കില്ല. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായ 3 വിധത്തിലുള്ള പ്രതികരണങ്ങൾ നോക്കാം. 6-ാമത്തെ വാക്യം, 6ഉം 7ഉം വാക്യങ്ങൾ. ആ 8-ാമത്തെ വാക്യം, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കണം. അവരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം, ഒന്ന്, കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അത് ഒന്നാമത്തെ കാര്യമാണ്. 3 രീതിയിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ബഹുകഷ്ടം അവർ സഹിക്കേണ്ടി വന്നു ഇതിൻ്റെ പേരിൽ, എന്നിട്ടും അവരെന്ത് ചെയ്തു, ഈ വചനം സന്തോഷത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ കൈക്കൊണ്ട് സ്വീകരിച്ചു. പിന്നെ ഒന്ന്, ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്ന് പറഞ്ഞാൽ കർത്താവിനും ഞങ്ങൾക്കും അനുകരിക്കാൻ മാതൃകയുള്ളവരായി തീർന്നു എന്നാണോ? പിന്നെന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവിനെയും ഞങ്ങളെയും അനുഗമിക്കുന്നവരായി നിങ്ങൾ മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. മറിച്ച് ചിന്തിക്കരുത്. മലയാളം അത് ട്രാൻസ്ലേഷനിൽ ചിലപ്പോൾ തിരിച്ച് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു, അതൊരു കാര്യം. മറ്റൊരു കാര്യം, അവരെ ആരാണോ വിശ്വാസത്തിലേക്ക് നയിച്ചത് അവരെ അനുഗമിക്കുന്നവരായി മാറി, അവരെ അനുകരിക്കുന്നവരായി മാറി, കർത്താവിനെ അനുകരിക്കുന്നവരായിട്ട് അവർ മാറി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം മൊത്തത്തിൽ മാറിയെന്നർത്ഥം. ഉറക്കം വരുന്നുണ്ടോ? അവരുടെ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടായി. 3-ാമത്തെ കാര്യം, അവർക്ക് എങ്ങനെ ഒരു മാറ്റം വന്നു എന്നുള്ളത് അവരുടെ അയൽസഭകൾ അറിഞ്ഞു. അതിനപ്പുറത്തേക്കും പോയി അവരെക്കുറിച്ചുള്ള ശ്രുതി. അവർ വചനം കൈക്കൊണ്ടതിൻ്റെ പ്രതികരണമാണ്. അവരുടെ ചുറ്റുവട്ടത്തുള്ളവർ അവരെക്കുറിച്ച് മനസ്സിലാക്കി, അയൽസഭകൾ അറിഞ്ഞു. അതിനപ്പുറത്തേക്ക് അന്നത്തെ കാലത്ത് എവിടെല്ലാം അറിയാമോ അവിടെല്ലാം എഴുതിയിരിക്കുന്നത് എന്താ പറഞ്ഞത്? എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം. ഈ 3 പ്രതികരണങ്ങൾ അവരുടെ ജീവിതത്തിൽ വചനം കൈക്കൊണ്ടപ്പോൾ ഉണ്ടായത്. വചനം പ്രസംഗിച്ചവരുടെ രീതിയിൽ അവരുടെ ജീവിതത്തിലുള്ള 3 കാര്യങ്ങൾ, 3 ക്വാളിറ്റീസ് നമ്മൾ കണ്ടു. വചനം കേട്ടവരുടെ രീതിയിൽ 3 പ്രതികരണങ്ങൾ കണ്ടു. ഇനിയുമുണ്ട്. അവരുടെ പ്രതിപ്രവർത്തനങ്ങൾ നോക്കാം. 9ഉം 10ഉം വാക്യങ്ങളിൽ. 1, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. 3 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. 1, സത്യദൈവത്തെ സേവിക്കുവാൻ അവർ വേർപെട്ട് വന്നു. 2, വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കുന്ന യേശു സ്വർഗത്തിൽ നിന്ന് വരുന്ന കാത്തിരിക്കുവാൻ അവർക്ക് സാധിക്കുന്നു. 3, വിഗ്രഹങ്ങളെ വിട്ട് ഇപ്പോൾ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരായി മാറുകയാണ്. ഈ 3 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ജീവനുള്ള സത്യദൈവത്തെ സേവിക്കാൻ വേണ്ടി അവർ വിഗ്രഹത്തെ വിട്ടത്.
അപ്പം ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുന്നു, വിഗ്രഹത്തെ വിടുന്നു, കർത്താവായ യേശുക്രിസ്തു വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കുമെന്നുള്ള പ്രത്യാശയിൽ കാത്തിരിക്കുന്നു. ഇതെല്ലാം വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അത് തെസ്സലോനിക്കയിലെ വിശ്വാസികളിൽ അതേപോലെ സംഭവിച്ചു കഴിഞ്ഞു. അവിടെ യഹൂദന്മാർ മാത്രമായിരുന്നില്ല എന്ന് തുടക്കത്തിലേ നമ്മൾ കണ്ടു കഴിഞ്ഞു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരും അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഇതെല്ലാം വിട്ടിട്ട് അവരെന്ത് ചെയ്തു? ജീവനുള്ള സത്യദൈവത്തിലേക്ക് തിരിഞ്ഞത്. എങ്ങനെയാണ് തിരിഞ്ഞത്? ഈ സുവിശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ. പിന്നെയും 3 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അതെന്താണെന്നറിയാമോ? 2-3 വാക്യങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേല, സ്നേഹപ്രയത്നം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. വിശ്വാസവും സ്നേഹവും പ്രത്യാശയും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കണ്ടോ? അപ്പോൾ ഒരു സ്ഥലം സഭ രൂപീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ സ്ഥലം സഭയിലെ വിശ്വാസികളിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം ചിന്തിച്ചത്. അത് അവരുടെ അടിസ്ഥാനമാണ്, ഫൗണ്ടേഷനാണ്. അതിൻ്റെ മേലെയാണ് ഇനി അവരെന്ത് ചെയ്യേണ്ടത്? പണിതുയർത്താനായിട്ട് പോകുന്നത്. ഇങ്ങനെയാണ് ഒരു സ്ഥലം സഭ രൂപീകരിക്കപ്പെടുന്നതും ആ രൂപീകരിക്കപ്പെട്ട സ്ഥലം സഭയിലുള്ള വിശ്വാസികളുടെ ആത്മീക നിലവാരമെന്നും അല്ലെങ്കിൽ ആത്മീക അടിസ്ഥാനമെന്നും പറയുന്നത്. ഇനി നാം ചിന്തിക്കാൻ പോകുന്നത് അവരുടെ പ്രായോഗിക ജീവിതമാണ്. ഇത് തന്നെ വലിയൊരു വിഷയമാണ്. പക്ഷേ അത് മുഴുവനുള്ള ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ ഇല്ല. ഒന്നാമത്തെ കാര്യം, 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളൊന്നും പറയുവാൻ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ആ സ്ഥലം സഭ സുവിശേഷം അറിയിക്കുന്ന ഒരു സഭയായിരുന്നു. അത് അവരുടെ ആക്ടിവിറ്റിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത്. അപ്പോൾ അവരുടെ സഭയിൽ എന്തുണ്ടായിരുന്നു? സുവിശേഷം അറിയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആരാ സുവിശേഷം പറയേണ്ടത്? രക്ഷിക്കപ്പെട്ടവർ. മോളെന്താ പറഞ്ഞേ? സുവിശേഷകൻ. വേറെ ആര് പറയണം? ഓക്കെ, അത് ശരിയാണ്. ദൈവം തിരഞ്ഞെടുത്തവർ വേണം പറയാൻ. പത്രോസിൻ്റെ 1-ാം ലേഖനം 2:9 നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. അന്ധകാരത്തിൽ നിന്ന് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചത് എന്തിനാ? വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ. അപ്പോൾ വിളിക്കപ്പെട്ടവരെല്ലാവരും എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കണം. എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ബോധ്യമുള്ള എല്ലാവരും എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കണം. സുവിശേഷകന് പ്രത്യേകം അറിയിക്കണം, അത് വേറൊരു കാര്യം. പക്ഷേ ഓരോ വ്യക്തിയും എന്നെ രക്ഷിച്ച ക്രിസ്തു നിന്നെയും രക്ഷിക്കുമെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം, മനസ്സ് കാണിക്കണം. അത് അവൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അവളുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തേ ഒക്കത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട എല്ലാവരും മറ്റുള്ളവരോട് എന്ത് ചെയ്യണം? കർത്താവിനെക്കുറിച്ച് പറയണം. അപ്പോൾ ഈ സ്ഥലസഭയിലുണ്ടായിരുന്ന 1-ാമത്തെ കാര്യമെന്ന് പറയുന്നത് അവർ സുവിശേഷം അറിയിക്കുന്ന ഒരു സഭയായി. ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ട്. അതിലോട്ടൊന്നും ഇപ്പോൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇനിയും 2-ാമത്തെ കാര്യം, 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ. 7 മുതൽ. ഒരു അമ്മ ആർദ്രതയുള്ളവരായിരുന്നു. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ
പ്രസംഗിച്ച് വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതും നിങ്ങളും ദൈവവും സാക്ഷി. തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന്റെ യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ച് ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞു പോന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ഓക്കെ, അപ്പോൾ ആ സ്ഥലം സഭ അനുഭവിച്ച മറ്റൊരു കാര്യം, ഇവിടെ ഒരു അപ്പനെക്കുറിച്ചും ഒരു അമ്മയെക്കുറിച്ചും വായിച്ചോ. രണ്ടുപേരുടെ രീതി എങ്ങനെയായിരുന്നു? 7-ാമത്തെ വാക്യത്തിൽ അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ. 12-ാമത്തെ വാക്യത്തിൽ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും. ഓക്കെ, ഒരപ്പൻ്റെ കരുതലും ഒരമ്മയുടെ ആർദ്രതയും ആ സ്ഥലം സഭയിലെ വിശ്വാസികൾ അനുഭവിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിക്കണമെന്ന് പറഞ്ഞു. ഈ സഭയിലെ വിശ്വാസികൾ മറ്റൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവരാണ്, ഒരു ക്രിസ്തീയ പശ്ചാത്തലവും ഇല്ലാത്ത വിശ്വാസികളാണ്. പുതുതായി ജനിച്ച, പുതുതായിട്ട് വന്ന കൈക്കുഞ്ഞുങ്ങളെല്ലാവരും. അവർക്ക് എന്ത് വേണമായിരുന്നു? ഒരമ്മയുടെ സ്നേഹവും വേണമായിരുന്നു, ഒരപ്പൻ്റെ കരുതലും അവർക്ക് വേണമായിരുന്നു. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ട ഒരു സ്ഥലം സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്ഥലം സഭയിൽ നിന്ന് ഒരമ്മയുടെ കരുതലും ഒരപ്പൻ്റെ ഉത്തരവാദിത്വം, ഒരമ്മയുടെ സ്നേഹവും, ഓമനിക്കുന്ന സ്നേഹവും അപ്പൻ്റെ കരുതലും ചേർത്ത് പിടിക്കലും എവിടെ നിന്ന് ലഭിക്കണം? അത് തെസ്സലോനിക്ക സഭയിൽ ഉണ്ടായിരുന്നു. രാവും പകലും അവരോടൊപ്പം ഉണ്ടായിരുന്നു. കൈക്കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പനും അമ്മയും എത്ര നേരം വേണം കൂടെ? എപ്പോഴും വേണം കൂടെ. അങ്ങനെ പറ്റത്തുള്ളൂ. രാവും പകലും അവരവിടെ കൂടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ നാം വായിച്ചത്, ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം, നിങ്ങൾക്ക് ഞങ്ങളൊരു ഭാരമായി തീരരുത് എന്ന് ആഗ്രഹിച്ചിട്ട് അവരത് ചെയ്തത്. അവർ അത്രമാത്രം കൺസേൺ ആയിരുന്നു പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് അങ്ങനെ ചെയ്തത്. പക്ഷേ ആ സ്ഥലം സഭയിലെ വിശ്വാസികൾക്ക് എന്തുണ്ടാകണമായിരുന്നു? ഒരമ്മ മക്കളെ എങ്ങനെ ഓമനിക്കുന്നോ അതുപോലെ. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നിങ്ങളിൽ ഓരോരുത്തനെ, വേണമെങ്കിൽ നിങ്ങളെ എല്ലാവരെയും എന്ന് പറയായിരുന്നു. അങ്ങനെ പറഞ്ഞാലും ഈ സഭയിലെ വിശ്വാസികൾ എല്ലാവരും കൂടത്തില്ലേ? നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാലും കൂടും. പക്ഷേ എന്തുകൊണ്ട് ഓരോരുത്തരെന്ന് എടുത്തു പറഞ്ഞു? ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെല്ലാവരെയും ഒരപ്പം കരുതിയതുപോലെ ഞങ്ങൾ കരുതിയെന്ന് പറഞ്ഞാലും ആശയം വ്യക്തമാണ്. ആ സ്ഥാനത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താ? നിങ്ങൾ ഓരോരുത്തരെ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ആ ഓരോരുത്തരെയും പ്രത്യേകം പോയിൻ്റ് ഔട്ട് ചെയ്ത് അവർ കണ്ടിരുന്നു എന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം അനുഭവിക്കാത്ത, ഈ കരുതൽ അനുഭവിക്കാത്ത ഒരു വിശ്വാസിയും ആ സഭയിൽ ഇല്ലായിരുന്നു. അതൊരു മാതൃകയാണ്. ഒരാൾ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ആ സ്ഥലം സഭയാണ് അയാളുടെ അഭയ കേന്ദ്രം എന്ന് നാം മനസ്സിലാക്കണം. അയാളെ തള്ളിക്കളയാൻ പാടില്ല, ചേർത്ത് പിടിക്കണം. അയാൾ ലോകത്തിൽ നിന്ന് വേർപെട്ട് വന്നിരിക്കുക, എല്ലാം വിട്ടിരിക്കുക. ഇനി ആരാ ഉള്ളത്? ഇനി ആരില്ല പ്രതീക്ഷ അർപ്പിക്കുന്നത്? ഇത് കണ്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. ചില ഉപദേശിമാർ ചോദിക്കും, ഞങ്ങളെ കണ്ടുകൊണ്ടാണോ നിങ്ങൾ വന്നത്? ആണ്, ഞാനാണ് അത് തന്നെ പറയും. കാരണം എന്താ? എൻ്റെ അനുഭവം അതായിരുന്നു. രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന സമയത്ത് ഉപദേശിമാരെ കണ്ടാൽ, ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകരെ കാണുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അധ്യാപകർക്ക് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ എവിടെ വെച്ച് കണ്ടാലും ഒന്ന് തൊഴും. ഇപ്പോഴത്തെ കാലഘട്ടത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എവിടെ വെച്ച് കണ്ടാലും ഒന്ന്, ഇപ്പോഴും ഞാനത് ചെയ്യാറുണ്ട്, പൊക്കി പറയുകയല്ല. കാരണം അങ്ങനെ ശീലിച്ചത്. ആ ഒരു ബഹുമാനവും സ്നേഹവും കരുതലും ഒക്കെ ഉപദേശിമാരോട് അന്ന് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ പെരുമാറ്റം, അവരുടെ സംസാര രീതിയൊക്കെ കാണുമ്പോൾ മറ്റുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്ന യേശുവിനെ നോക്കണമെന്ന് പിന്നെയാണ് മനസ്സിലാക്കുന്നത്.
പക്ഷെ ആദ്യം മനസ്സിലാക്കിയത് ആരെ കണ്ടുകൊണ്ടാ? രക്ഷയിലേക്ക് നയിച്ചവരെ കണ്ടുകൊണ്ടാ. അത് ഇവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായിരുന്നു. ഇത് സ്ഥലം സഭയ്ക്കുള്ള നിർദ്ദേശമാണ്. എന്താ? ഞങ്ങളൊരു അമ്മ കുഞ്ഞുങ്ങളെ എങ്ങനെ ഓമനിച്ചോ, ഒരപ്പൻ എങ്ങനെ മക്കളെ കരുതുന്നോ, ആ രീതിയിലാണ് ഈ ശിശുക്കളായ വിശ്വാസികളെ ഞങ്ങൾ ഓമനിച്ചതും ഞങ്ങൾ കരുതിയതും. അതൊരു മുന്നറിയിപ്പാണ്, അതൊരു പ്രബോധനമാണ്, അതൊരു പഠിപ്പിക്കലാണ്. അതുണ്ടായിരിക്കണം. ഇനിയും മൂന്നാമത്തെ കാര്യം, 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. മതി. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചല്ലോ. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായത്. ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്രത്തിൽ വായിച്ചു, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് വാർത്തയായിട്ട് വന്നു. ജാർഖണ്ഡിൽ ക്രിസ്തുവിശ്വാസികൾ അവരുടെ സ്വന്തം ആളുകളാൽ എന്ത് ചെയ്തു? ഉപദ്രവിക്കപ്പെട്ടു വന്നു. അത് മഴ കൊണ്ടുള്ള വെട്ടുവരെ കൊള്ളേണ്ടതായിട്ട് വന്നു. പോലീസിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടും പോലീസ് ഇൻസിഡൻറ്റ് ഒഴിവാക്കാമായിരുന്നായിരുന്നു. പക്ഷേ അത് ചെയ്തിട്ടില്ല. ഇതേ കാര്യം അവിടെ സംഭവിച്ചത്. സ്വജാതിക്കാരാൽ അതേ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട്. യഹൂദന്മാരും ചെയ്തത്, യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്ന വിലക്കുന്നവരും. ഇതെല്ലാം കൂടെ ചേർത്താൽ എങ്ങനെ പറയാൻ പറ്റും? ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ ഇത് ആരുടെ പ്രവർത്തനമായിട്ട് പറയാൻ പറ്റും? സാധാന്യമായ ഒരു പ്രവർത്തനം. എക്സാക്ട്ലി റൈറ്റ്, ശരിയല്ലേ? ഇതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞ് ഒറ്റ വാക്കി പറഞ്ഞാൽ ഇതൊരു സാധാന്യമായ പ്രവർത്തനമാണ്. അപ്പോൾ അവിടെ ഒരു മുന്നറിയിപ്പുണ്ട്. എന്താ? ഒരു സ്ഥലം സഭ രൂപീകരിക്കപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഏത് സമയത്തും സാത്താൻ്റെ ആക്രമണം ഉണ്ടാവാം. അത് ഈ സ്ഥലം സഭയ്ക്ക് ഉണ്ടായിരുന്നു. ഏത് സഭയത് നേരിടാത്തത്? ഏതെങ്കിലും സഭ ഇതിൽ നിന്ന് ഒഴിവായിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. പിന്നെന്താ പറഞ്ഞു? അടുത്ത പണി ഉടനെ ഉണ്ടെന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ജയിക്കത്തില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ പോരാട്ടമുണ്ട്. ജയിക്കുന്നത് കർത്താവാണ്, അത് വേറൊരു കാര്യം. പക്ഷെ എന്തുണ്ട്? ആക്രമണം ഉണ്ടായിരിക്കും. ഏതൊരു സ്ഥലം സഭ എടുത്ത് പഠിച്ചോ, ആ സ്ഥലം സഭ നിലനിൽക്കാതിരിക്കാൻ, അത് താറുമാറായി പോകുവാൻ, അതിൻ്റെ ആത്മീക വളർച്ച ഉണ്ടാകാതിരിക്കുവാൻ ഏതെല്ലാം രീതിയിൽ അതിനെ തകിടം മറിക്കാമോ ഇല്ലാണ്ടാക്കാമോ അതിനുവേണ്ടി ആര് ശ്രമിക്കും? പുറത്തുനിന്ന് പറ്റിയില്ലെങ്കിൽ അകത്ത് ശ്രമിക്കും. അങ്ങനെ 1-ാം നൂറ്റാണ്ടിലെല്ലാം സംഭവിച്ചത്. 1-ാം നൂറ്റാണ്ടിലല്ല, 4-ാമത്തെ നൂറ്റാണ്ട് വരെ ഇത് വളരെ സജീവമായി പോയി. 1-ാം നൂറ്റാണ്ടിൽ തന്നെ നടന്നു. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്കത് കാണാൻ പറ്റും. അവിടെ അന്നേരം യഹൂദന്മാരായിട്ടുള്ള വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ ഒരു പ്രശ്നമുണ്ടാക്കി. എങ്ങനെ ഒരു പ്രശ്നം വന്നത്? 6-ാം അധ്യായത്തിലെ പ്രശ്നം എന്ന് പറയുന്നത്, യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരൊരു പരാതി പറഞ്ഞു. എന്നാണെന്നറിയാമോ? ദിനം പ്രതിയുള്ള മേശയിലെ ശുശ്രൂഷയിൽ എന്ന് പറഞ്ഞാൽ ഊണ് വിളമ്പുന്ന നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഊണ് വിളമ്പുന്ന കാര്യത്തിൽ ഞങ്ങളുടെ ആളുകളെ മാനിക്കുന്നില്ല. ഞങ്ങൾ യവന ഭാഷ സംസാരിക്കുന്നെങ്കിലും ഞങ്ങൾ യഹൂദന്മാർ തന്നെയാണെന്നാണ് പറഞ്ഞു. അവിടെ പ്രശ്നം അപ്പോസ്തലന്മാർ തന്നെ പരിഹരിക്കുന്നു. ആത്മാവ് നിറഞ്ഞ ജ്ഞാനം നിറഞ്ഞ 7 പേര് അതിനുവേണ്ടി അവരിൽ നിന്ന് സെലക്ട് ചെയ്ത്, കംപ്ലൈൻറ്റ് പറഞ്ഞവരിൽ നിന്ന് സെലക്ട് ചെയ്ത് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. സാത്താൻ അവിടെയാണ് പ്രശ്നം ഉണ്ടാക്കാൻ ആദ്യം തുടങ്ങിയത്. അകത്തുനിന്നാണ് പ്രശ്നം ഉണ്ടാക്കിയത്. നടന്നില്ല, മുമ്പോട്ട് പോയി. പുറത്തുനിന്ന് ആക്രമണം വന്നു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
വിശ്വാസികൾ ചിതറി ഓടി. പോയവരെല്ലാം പോകുന്ന വഴിക്ക് സുവിശേഷം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. സഭ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. സഭ വളരെ നന്നായി അതിർത്തികൾ വിസ്താരമാക്കപ്പെട്ട എണ്ണത്തിൽ തികഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. 4-ാമത്തെ നൂറ്റാണ്ടെത്തിയപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു വിളംബരം പ്രഖ്യാപിച്ചു. റോമാണ് ക്രൈസ്തവ സഭയുടെ ആസ്ഥാനം. ഇന്നു മുതൽ റോമിൽ ജനിക്കുന്നവരെല്ലാം ക്രിസ്ത്യാനികൾ. അവിടെ പട്ടത്വം വന്നു, ആചാരങ്ങൾ വന്നു, അനുഷ്ഠാനങ്ങൾ വന്നു. അങ്ങനെ 4-ാമത്തെ നൂറ്റാണ്ട് മുതൽ 16-ാമത്തെ നൂറ്റാണ്ട് വരെ ക്രൈസ്തവ സഭയുടെ അന്ധകാര കാലഘട്ടമായി. ഉപദേശം മടക്കി കെട്ടിവെച്ചു. പിന്നെ മനുഷ്യർ പറയുന്നതായിരുന്നു സഭയുടെ ചട്ടക്കൂടെന്ന് പറയുന്നത്. അങ്ങനെ 16-ാമത്തെ നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂഥറിലൂടെയാണ് പിന്നെ ഒരു നവോത്ഥാനം ഉണ്ടാകുന്നത്. പിന്നെയാണ് ആളുകൾ തിരുവെഴുത്തിലേക്ക് തിരിയാൻ തുടങ്ങിയത്, തിരുവെഴുത്തിൻ്റെ ഉപദേശങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് സഭ പഠിപ്പിക്കുന്ന മാർഗം വേറെയാണ്, ദൈവവചനം പഠിപ്പിക്കുന്ന മാർഗം വേറെയാണെന്നുള്ള ബോധ്യത്തിലേക്ക് വന്നത്. പിന്നെ എന്താ പ്രശ്നം ഉണ്ടായത്? ഇങ്ങനെ നവോത്ഥാന കാലഘട്ടം ആരംഭിച്ച് ആളുകൾ വേദപുസ്തകം വായിക്കാനും ഉപദേശം പഠിക്കാനും തുടങ്ങി. സ്ഥലം സഭകൾ വേർപെട്ട ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സാത്താൻ ടെക്നിക്ക് മാറ്റി. എന്താ? വീണ്ടും അകത്തുനിന്ന് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. വിശ്വാസികളെ തമ്മിലടിപ്പിക്കാവുന്ന പ്രശ്നം. അതുകൊണ്ടാണ് സ്ഥലം സഭകളിലെ വിശ്വാസികൾ കുറച്ച് പേർ അങ്ങോട്ട് ചാടി, കുറച്ച് പേർ ഇങ്ങോട്ട് ചാടി, ഇങ്ങനെ പ്രശ്നമുണ്ടായത്. അതുതന്നെയാണ് ഇന്ന് സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സാത്താൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലം സഭ രൂപീകരിക്കപ്പെട്ട് അതിൻ്റെ വളർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഏത് സമയത്തും ഏതു രൂപത്തിലും സാത്താന്യമായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും നാം പ്രതീക്ഷിച്ചിരിക്കണം. ഇനിയും അടുത്ത കാര്യം 3-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. 11 മുതൽ വായിക്കാം. നോക്കട്ടെ, ഇവിടെ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കുടുംബമാകുമ്പോൾ അവിടെ എന്തുണ്ടാവും? സ്നേഹമുണ്ടാവും. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ എങ്ങനെയാണോ സ്നേഹത്തിൽ വേരൂന്നിയിരിക്കുന്നത് അതുപോലെ സ്ഥലം സഭയിലെ വിശ്വാസികളും ആയിരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പൗലോസ് പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കണം. എപ്പോഴാണ് കവിയുന്നത്? നിറയുമ്പോഴേ കവിയത്തുള്ളൂ. നിറയണം. ആദ്യം പാത്രം നിറഞ്ഞെങ്കിലേ എന്ത് ചെയ്യുള്ളൂ? പിന്നെ കവിയത്തുള്ളൂ. അപ്പോൾ ഈ സ്നേഹം നിറയണം. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ എല്ലാവരുമായി എന്ത് ചെയ്യണം? സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ സ്നേഹം കവിയും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇങ്ങനെ സ്നേഹം കർത്താവ് വർദ്ധിപ്പിച്ചു വരുമ്പോൾ എന്താ ഉണ്ടാകുന്ന ഗുണമെന്താ? ഇങ്ങനെ സ്നേഹം വർദ്ധിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്ന സമയത്ത് അനിന്യരായി വിശുദ്ധീകരിക്കപ്പെട്ടവരെ നിൽക്കാൻ പറ്റും. അപ്പം നമ്മുടെ സ്നേഹവും കർത്താവിൻ്റെ വരവും തമ്മിലുള്ള ബന്ധം എന്താ? വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹവും കർത്താവിൻ്റെ വരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി തോന്നിയോ ഈ വാക്യം വായിച്ചിട്ട്? എന്താ ബന്ധം? സ്നേഹമില്ലാതെയാണ് സഭ മുമ്പോട്ട് പോകുന്നതെങ്കിൽ കർത്താവ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 2 കുറവുകൾ അവിടെ സംഭവിക്കും. ഒന്ന്, തല പൊക്കാൻ പറ്റത്തില്ല. അനിന്യരാകുന്ന പറഞ്ഞത് സ്നേഹം കവിഞ്ഞാൽ, അല്ലെങ്കിലോ നിന്ദ്യരാവും, ലജ്ജിതരാവും. മറ്റൊന്ന് വിശുദ്ധീകരണം എന്നല്ലേ പറഞ്ഞു? ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നില്ല. വളരെ ഗൗരവമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്.
കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പകയും പിണക്കവും വെറുപ്പും വിദ്വേഷവുമാണുള്ളതെങ്കിൽ, അനൈക്യമാണുള്ളതെങ്കിൽ, നിങ്ങൾ സഭ കൂടി വരുമ്പോൾ ഒന്നാമത് നിങ്ങളിൽ ഭിന്നതയുണ്ടാകുന്നു. തിരുവത്താഴത്തെക്കുറിച്ച് പറയുന്നതിന് തൊട്ട് മുമ്പ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞതാണ്, ഒന്നാമത് നിങ്ങൾ സഭ കൂടി വരുമ്പോൾ നിങ്ങളിൽ എന്തുണ്ട്? ഭിന്നതയുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തില്ല? അവിടെ സ്നേഹമില്ല. അപ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിലോ? അതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? അത്രയും ഗൗരവം ഇതിനകത്തുണ്ട്. ഈ തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 5 അധ്യായങ്ങൾ അവസാനിക്കുന്ന കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതിലൊന്നാണ് ഈ പറഞ്ഞത്, കർത്താവ് താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും ശിക്ഷിക്കുന്നു. എന്തിനാണ് ശിക്ഷിക്കുന്നത്? എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിലേക്ക് ഏത് മകനെയും ശിക്ഷിക്കുന്നുണ്ട്. അവിടെ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുള്ള, എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് വായിച്ച ഓർമ്മയുണ്ടോ? ഈ സ്നേഹവും ശിക്ഷണവും തമ്മിൽ. സ്നേഹിക്കുന്ന ഏത് മകനെയും അപ്പം തല്ലത്തില്ലേ? അല്ലെങ്കിൽ ഒരപ്പൻ സ്നേഹിക്കുന്ന ഏത് മകനെയും തല്ലും. അതെന്തിനാണെന്നാണ് പറഞ്ഞത്? കേട്ടില്ല. കുറച്ചുകൂടെ ശരിയാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, 12-ാം അധ്യായത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 6-7 വാക്യം ഒന്ന് വായിച്ചേ. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുപോ. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോടും പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ഇതെന്തിനാണ് ശിക്ഷയെന്നറിയാമോ? സ്നേഹത്തിലാണ് തല്ലുന്നതെന്ന് മനസ്സിലായില്ലേ? സ്നേഹത്തിലാണ് തല്ലുന്നതെന്നുള്ളത് മനസ്സിലായോ? ആരും ഉത്തരം പറയുന്നില്ല. മനസ്സിലായി? എന്തിനായി തല്ലുന്നതെന്നറിയാമോ? 10-ാമത്തെ വാക്യം വായിക്കാം. അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അത് അപ്പൻ്റെ കാര്യമായി പറഞ്ഞത്. അവനോ, അത് ദൈവം, നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ. അപ്പോൾ ദൈവം തൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. അതാ പോയിൻ്റ്. വിശുദ്ധി പ്രാപിക്കേണ്ടതിനാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്നേഹവും വിശുദ്ധിയും തമ്മിലൊരു ബന്ധമുണ്ടോ? ക്ലിയറായോ? സ്നേഹവും വിശുദ്ധിയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നുള്ളത് ഈ 2 വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ക്ലിയർ ആവുകയാണ്. അത്രയും ഗൗരവം ഇതിനകത്തുണ്ട്. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്നേഹവും വിശുദ്ധിയും തമ്മിൽ അത്രമാത്രം ബന്ധമുണ്ട്. ഇതൊരു കുട്ടിക്കളിയായിരിക്കുന്ന ഒരു കാര്യം അല്ല. സമയം പോകുന്നു, വിശദീകരിക്കാൻ സമയമില്ല. 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്തതായിട്ട് 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ആചരിച്ച് പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണമെന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിയിരിപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈ കൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണമെന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. മതി. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വാസികളുടെ ജീവിതചര്യ പുറമേ ഉള്ളവരോട് എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞേ? പുറത്തുള്ളവരോട് മര്യാദയായി നടക്കണം. അകത്ത് വരുമ്പോൾ വിശ്വാസികൾ തമ്മിലൊരു മര്യാദയുണ്ടല്ലേ? പുറത്തുള്ളവരോട് മര്യാദയായിട്ട് വേണം ജയിക്കാൻ. ഇതൊരു ഡിസിപ്ലിനാണ്. അച്ചടക്കമുള്ള ഒരു ജീവിതചര്യയുടെ ഉടമസ്ഥരായിരിക്കണം സഭാവിശ്വാസികൾ. പുറത്തുള്ളവരോട് മര്യാദ നടക്കണം. ഒന്നിനും മുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതുപോലെ അടങ്ങിപ്പാർക്കണം. മെനക്കെട്ട് നടക്കുന്നവരാവാൻ പാടില്ല. മെനക്കെട്ട് നടക്കുന്നവരുടെ ലക്ഷണം എന്താ? കടവാതിക്കെ പോയിരിക്കും, കമൻറ്റുകൾ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരെ കുറിച്ച് കമൻറ്റുകൾ പറയും, അതും ഇതുമെല്ലാം സംസാരിച്ച് മെനക്കെട്ട് നടക്കുന്നവരുടെ രീതി അതാ. പക്ഷേ വിശ്വാസികൾക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ചിന്തിച്ച ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും.
ഒരു അച്ചടക്കമുള്ള ജീവിതത്തിൻ്റെ ഉടമകളായിരിക്കണം ഒരു പ്രാദേശിക സഭയിലെ വിശ്വാസികൾ. ഓരോ അധ്യായത്തിലും പറയുന്നത് ഈ സ്ഥലം സഭ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആ സ്ഥലം സഭയിലെ വിശ്വാസികൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. ഇത് അച്ചടക്കത്തിൻ്റെ ജീവിതമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഏഴാമത്തെ കാര്യമായിട്ട് 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14. നിൽക്കട്ടെ. ഇവിടെ അന്യോന്യം ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അന്യോന്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിയണം. അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്നും നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇവിടെ ഭരിക്കുക എന്നുള്ള വാക്കാണ് വന്നിരിക്കുന്നത്. അത് മൂപ്പന്മാർ ചെയ്യുന്ന കാര്യമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവം അനുവദിച്ച് നമ്മൾ ഈ ക്ലാസ്സുമായി മുമ്പോട്ട് പോകുമ്പോൾ കൃപാവരങ്ങളും സഭയിലെ മൂപ്പന്മാർ, സുവിശേഷകന്മാർ, ശുശ്രൂഷകന്മാർ തുടങ്ങിയ സ്ഥാനമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ വിശദീകരണം നമുക്ക് ചിന്തിക്കാം. ഭരണമാണോ, പരിപാലനമാണോ, കർത്തൃത്വമാണോ എന്താണെന്നുള്ളത് അന്നേരം വിശദീകരിക്കുന്നതാണ്. പക്ഷേ അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ അവരെ വിചാരിക്കണം, അവരെ കരുതണം. ഇനിയും സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം, ബലഹീനരെ താങ്ങണം, എല്ലാവരോടും ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള, പല കാഴ്ചപ്പാടുകളുള്ള, പല സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തികളാണ് സഭയിലുള്ളവർ. ബലഹീനരുമുണ്ട്, ബലമുള്ളവരുമുണ്ട്. അങ്ങനെയുള്ളവരെ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരുപോലെ വഹിച്ചുകൊണ്ട് കൊണ്ടുപോകാനായിട്ട് പറ്റണം. എന്ന് പറഞ്ഞാൽ എല്ലാവരും തമ്മിൽ കാണിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്. അതും കൂടെ ഈ സ്ഥലം സഭയിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചത് എങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഒരു പ്രാദേശിക സഭ രൂപം കൊള്ളുന്നത്. ആ പ്രാദേശിക സഭ കേട്ട വചനത്തോട് അവരെങ്ങനെയാണ് പ്രതികരിച്ചത്, അവരുടെ ആത്മീക ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു, അതാണ് രണ്ടാമത് ചിന്തിച്ചത്. മൂന്നാമത് ആ സ്ഥലം സഭയുടെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഈ പുതിയ നിയമരേഖകൾ മുഴുവൻ പരിശോധിച്ചാൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഒടുവിൽ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെക്കുറിച്ചുള്ള ദൂത് പരിശോധിക്കുമ്പോഴും ഇതെല്ലാം തന്നെ നമുക്കവിടെ കാണാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം എടുക്കാതെ, എല്ലാ പുസ്തകങ്ങളും കവർ ചെയ്യാതെ ഒറ്റ പുസ്തകത്തിൽ നിന്ന്, ഒരു സംഭവത്തിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കോർത്തിണക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു പ്രാദേശിക സഭയുടെ ആത്മീക നിലവാരം എന്താണ്, അവരുടെ ധാർമ്മിക ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളത് നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കേട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരു പ്രാദേശിക സഭ രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ആത്മീക അടിസ്ഥാനം എന്താണ്, അതിൻ്റെ ആത്മീക വളർച്ച എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങളാണ് തെസ്സലോനിക്ക സഭയുടെ രൂപീകരണത്തെയും അവരുടെ പ്രായോഗിക ജീവിതത്തെയും അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചിന്തിച്ചത്. അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഒരു പ്രാദേശിക സഭയുടെ അംഗങ്ങൾ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.